പുതുവത്സരത്തിൻ്റെയും ഈ സന്തോഷവേളയിൽ നമ്മോടൊപ്പം ഉള്ളത് സംഗീത സാമ്രാജ്യത്തിൻ്റെ രാജാവ് എന്ന് തന്നെ നമ്മൾ വിശേഷിപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു വെരി പോപ്പുലർ മ്യൂസീഷ്യൻ എമംഗ് മലയാളം ഇൻഡസ്ട്രി എന്ന് മാത്രം ഞാൻ ചുരുക്കി പറയരുത്. ഹോൾ സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രി, ഹോൾ ഇന്ത്യ തന്നെ എല്ലാവരും അറിയുന്ന വെരി ഫേമസ് ഗോപി സുന്ദർ സാറാണ്. ഗോപി ചേട്ടാ നമസ്കാരം ആൻഡ് വെൽക്കം ടു അവർ ഷോ. 2018 നമ്മുടെ കേരളത്തിന് വളരെ ഇവന്റ്ഫുൾ ഒരു ഇയർ ആയിരുന്നു. വി ഫേസ്ഡ് ഫ്ലഡ്സ് ആൻഡ് ഓൾ ദാറ്റ്. അപ്പോൾ ഗോപിയേട്ടൻ നമ്മളിപ്പോൾ ആക്ച്വലി വി ആർ റീബിൽഡിങ് കേരള അല്ലേ, നമ്മളിപ്പോൾ അതിലേക്കാണ്. അപ്പോൾ ഗോപിയേട്ടൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണ്? എൻ്റെ ഒരു സോങ് കേട്ടോണ്ട് കേരള റീബിൽഡ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, നമുക്ക് എന്തെങ്കിലും സാമ്പത്തിക സഹായം ആർക്കെങ്കിലും ചെയ്യാൻ പറ്റിയ അത്രയെങ്കിൽ അത്ര ആയെന്ന് മാത്രമേ ഉള്ളൂ. ഞാനിവിടെ ഒരു പാട്ട് ചെയ്തുകൊണ്ട് മാത്രം കേരളം റീബിൽഡ് ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതെ, ഒരുപാട് പേര് ഫ്ലഡ് റിലേറ്റഡ് ആയിട്ട് സോങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇമോഷൻ ഒരു അവയർനെസ് കൊണ്ടുവരാന്നുള്ള രീതിയിൽ അതിനെ ഹെൽപ്പ് ചെയ്യുന്നില്ലാതെ, ഇപ്പോൾ വീട്ടിൽ കഞ്ഞൂടി മുട്ടിയിരിക്കുന്ന ഒരാൾക്ക് നമ്മളൊരു പാട്ട് കൊടുത്തു കഴിഞ്ഞാൽ വിശപ്പടങ്ങിയെന്ന് പറയില്ലോ. അപ്പോൾ അവർക്ക് കഞ്ഞി വേണ്ടവന് അവർക്ക് പൈസ തന്നെ കൊടുക്കണം. അപ്പോൾ എന്തെങ്കിലും അതിനെ കൊണ്ടാവുന്നുള്ള സഹായം ചെയ്യാറുണ്ട്. പിന്നെ മറ്റൊരു കൈ ചെയ്യുന്നത് വേറൊരു കൈ എറിയാൻ പാടില്ലെന്ന് പറഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ ഗോപിയേട്ടൻ്റെ എൻഗെയിം ഇസ് എ വെരി ട്രെൻഡിങ് സോങ് നൗ. അപ്പോൾ യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്പർ 1 ട്രെൻഡിങ് അതായിട്ടാണ് വരുന്നത്. വി ഹേർഡ് ഇറ്റ് സോ മെനി ടൈംസ്. അത് മാത്രമല്ല ഗാനമേള സ്റ്റേജിലൊക്കെ ഓൾമോസ്റ്റ് ഇവിടെ കേരളൈറ്റ്സ് എല്ലാവരും മലയാളം ഹിന്ദി തമിഴാണല്ലോ പാടുന്നത്. പക്ഷേ ഈ പാട്ടും നല്ല രീതിയിൽ, ഞാൻ ഷോസ് ചെയ്യുന്ന ആളാണ്, അപ്പോൾ നല്ല രീതിയിൽ ഈ പാട്ടും പാടുന്നുണ്ട്. നന്നായിട്ട് തെലുങ്കുമായിട്ടൊന്നും ഇവിടെ ഗാനമേള പാടി കേൾക്കാറില്ല. അതിൻ്റെ ഏകദേശം ഒരു 18ാമത്തെ തെലുങ്ക് സിനിമയാണ്. അതിന് മുമ്പ് 4 വർഷമായിട്ട് ഞാൻ തെലുങ്ക് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്കും കാലയ്ക്ക് മുമ്പും ചില പാട്ടുകൾ ഹിറ്റാറുണ്ട്. പക്ഷേ എനിക്കും ഗീതാ ഗോവിന്ദിൻ്റെ പാട്ട് ഇത്ര ഹിറ്റാവുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. ഫസ്റ്റ് ഓഫ് ഓൾ അതൊരു മെലഡി ട്രാക്കാണ്. പൊതുവേ തെലുങ്കിൽ അങ്ങനെ ഒരു മെലഡി ട്രാക്കൊക്കെ ഹിറ്റാവുമെന്നൊക്കെ പറഞ്ഞ് മിറാക്കിളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ഭുതമാണ് അവിടെ ഇങ്ങനെ ഒരു മെലഡി ട്രാക്ക് ഹിറ്റാവുന്നത്. ആ പാട്ട് കമ്പോസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡയറക്ടറിനോട് പറഞ്ഞത്, മലയാളത്തിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു വെച്ചു. തെലുങ്കുമാരെയൊക്കെ മറന്നു, തെലുങ്ക് സ്റ്റൈലൊക്കെ മറന്നു, ജസ്റ്റ് ഡു ഇറ്റ് യുവർ ഓൺ സ്റ്റഫ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ സിറ്റുവേഷന് നീതി പുലർത്തിക്കൊണ്ട് ഒരു മലയാളം പാട്ട് പോലൊരു പാട്ടാണ് ചെയ്തത്. പക്ഷെ അത് അവിടെ ഭയങ്കര ഹിറ്റായി മാറി. അപ്പം ഞാൻ വെച്ചു ഓക്കെ, മേ ബി തെലുങ്കിൽ ആളുകൾ ഇങ്ങനെ പെട്ടെന്നൊരു മെലഡി ഒന്നും കുറേ കാലമായിട്ട് കേൾക്കാത്തതുകൊണ്ട് ചക്ക വേണം മുയിലെത്തും എന്ന് പറഞ്ഞൊരു ഹിറ്റ് കിട്ടി എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ കുറച്ച് നേരം പറയണ കംപ്ലീറ്റ് തമിഴ്നാട്ടിൽ നിന്നും തെലുങ്ക് കന്നഡ ഇൻഡസ്ട്രിയിൽ നിന്നൊക്കെ ആളുകൾ വിളിക്കാൻ തുടങ്ങി. ഈ പാട്ട് അനുവാദം ചോദിച്ചുകൊണ്ട് തന്നെ ഇവിടുത്തെ റേഡിയോ സ്റ്റേഷനുകളിൽ പ്ലേ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു ഹാപ്പി, സർപ്രൈസിങ്, അറ്റ് ദ സെയിം ടൈം ദൈവത്തിനോട് നന്ദി പറയുന്നു. വി ആർ ഓൾസോ സോ ഹാപ്പി. എന്ന് വെച്ചാൽ യൂട്യൂബിൽ ഈ പാട്ട് എടുത്ത് നോക്കുമ്പോണ്ടല്ലോ ഫുൾ മലയാളീസിന്റെ കമന്റ്സ് ആണ് ഏറ്റവും കൂടുതൽ. അതായത് വി ആർ സോ പ്രൗഡ് ഓഫ് ഗോപി ചേട്ടൻ, വി ആർ സോ പ്രൗഡ് ഓഫ് ഗോപി സർ എന്നൊക്കെ പറഞ്ഞ എത്ര കമന്റ്സ് ആണ്. യു മൈറ്റ് ഹാവ് നോട്ടീസ്ഡ് എ ഫ്യൂ അല്ലേ? അത് നോക്കാറുണ്ടല്ലോ എല്ലാവരും. മലയാളീസ് കുറെ പേര് അങ്ങനെ എല്ലാം മിക്സഡ് ആണല്ലോ. തമിഴ് സിംഗറാണ് പാടിയേക്കുന്നത് അല്ലേ? മലയാളം മലയാളത്തിൽ ഹിറ്റാവുന്നല്ലോ. കുറച്ചും കൂടി വൈഡാണല്ലോ, സ്ഥലമൊക്കെ ഉള്ള എന്താ പറയുക, നമ്മുടെ കേരളത്തിനുള്ള 4 ഇരട്ടി വലിപ്പമുള്ള സ്ഥലമാണ്. അപ്പൊ അവിടെ ഒരു ഹിറ്റ് വരുമ്പോൾ ഡെഫിനറ്റ്ലി അതിന്റെ റീച്ചും കൂടുതൽ. ഓൾമോസ്റ്റ് ഹിന്ദിയിലൊക്കെ ഒരു പാട്ട് ഹിറ്റാവുന്നതിന് തുല്യമാണ് തെലുങ്കിൽ ഒരു പാട്ട്. തമിഴാണേലും അല്ലേ? ചിലപ്പോൾ ഒരു ക്രിസ്മസ് ന്യൂ ഇയർ ട്രീറ്റ് ആയിട്ട് എന്തായാലും യു ആർ സോ മച്ച് റെഡി വിത്ത് കീബോർഡ് ആൻഡ് ഓൾ, നമുക്ക് ആ പാട്ടിൽ തന്നെ ജസ്റ്റ് ഒരു ചെറിയ എന്തെങ്കിലും പാടിയിട്ട്. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നത്, ഞാൻ ആദ്യമായിട്ട് ഔസേപ്പച്ചൻ സാറിന് വേണ്ടി പ്രോഗ്രാം ചെയ്തൊരു പാട്ട് ജനനി എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു പാട്ടാണ്. അതിൽ ഈ ദാസേട്ടനാണ് പാട്ട് പാടിയിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടൊരു ഫുൾ സോങ് പ്രോഗ്രാം ചെയ്യുന്നത് ആ പടത്തിലാണ്. അപ്പോൾ അതിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത പാട്ടാണ് അത്യുന്നതങ്ങളിൽ ഹോശാന കർത്താവിൻ നാമത്തിൽ ഹോശാന. Wow, that is beautiful. ഗോപിയേട്ട, പിന്നെ ഗോപിയേട്ടൻ ലിറിക്സ് കിട്ടിയിട്ടാണോ കമ്പോസ് ചെയ്യുന്നത്, അതോ ഡു യു ഹാവ് ട്യൂൺസ് ഇൻ യുവർ മൈൻഡ്? ഹൗ ഇസ് യുവർ കോമ്പോസിഷൻ പ്രോസസ്? കോമ്പോസിഷൻ പ്രോസസ് ഡിപ്പെൻഡ്സ്. ലൈക്ക് സംടൈം നമ്മൾ ഒരു ട്യൂൺ ഉണ്ടാക്കുന്നു, മിക്കപ്പോഴും ട്യൂൺ ഉണ്ടാക്കിയിട്ടാണ് എഴുതാറ്. ഇത് എഴുതിയിട്ട് ട്യൂൺ ചെയ്താലും ട്യൂൺ ചെയ്തിട്ട് എഴുതിയാലും രണ്ടുപേരും ലിറിസിസ്റ്റായാലും മ്യൂസിക് ഡയറക്ടറായാലും അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യും. അത് എൻ്റെ ട്യൂണിനനുസരിച്ചുള്ള വരികളല്ല വരുന്നതെങ്കിൽ ആ വരികൾക്കനുസരിച്ച് എൻ്റെ ട്യൂൺ കുറച്ച് മാറ്റാനും ഞാൻ തയ്യാറാവണം. അറ്റ് ദ സെയിം ടൈം എൻ്റെ ട്യൂണിനനുസരിച്ചുള്ള വരികൾ വന്നില്ലെങ്കിൽ, ട്യൂണാണ് കൂടുതൽ നന്നായി നിൽക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് വരികൾ ആ ട്യൂണിന് ചേരുന്ന രീതിയിൽ എഴുതി ഫലിപ്പിക്കുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെയാണ്. അപ്പം ഇത് രണ്ടായാലും അവസാനം ഇത് രണ്ടും
ചേരണം എന്നുള്ളൊരു കാര്യമുണ്ട്. റഫീഖ് സാറിന്റെ കൂടെ അല്ലേ ഏറ്റവും കൂടുതലും അല്ലേ? റഫീഖിക്കയുടെ എഴുതിയിട്ടുണ്ട്, സന്തോഷനുണ്ട്, എല്ലാവരുടെയും BK ഹരിനാരായണൻ്റെ കൂടെയാണ് കൂടുതൽ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. സന്തോഷമുണ്ട്. അങ്ങനെ ഇതൊരു പ്രോസസ് എന്ന് പറഞ്ഞാൽ അതൊരു അങ്ങനെ ഇത് കഴിഞ്ഞ് അത് ചെയ്യണം, അത് കഴിഞ്ഞ് ഇത് ചെയ്യണം എന്നൊന്നുമില്ല. ഇത് അൾട്ടിമേറ്റ്ലി ഔട്ട്പുട്ട് നന്നായിരിക്കണം എന്നുള്ളൊരു. നമ്മുടെ പല ആക്ടേഴ്സും നോ പറയും സിംഗിങ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ദേ സേ നോ. ബട്ട് ഗോപിയേട്ടനോട് നോ പറയാൻ പറ്റുന്നില്ലല്ലോ. വൈ ഇസ് ദാറ്റ്? യു മേക്ക് ദം സിംഗ് സോ ബ്യൂട്ടിഫുള്ളി. They sing beautifully. Okay. That's it. Superb composition. Like professional singers പാടുന്നതിനേക്കാളും നന്നായിട്ടാണ് അവർ പാടുന്നത്. അങ്ങനെയല്ല, അവരെ കൊണ്ട് പാടാൻ പറ്റുന്ന രീതിയിലൊരു പാട്ട് നമ്മൾ ഉണ്ടാക്കുന്നിടത്താണ് എന്താ പറയാ, നമ്മളൊരാൾക്ക് വേണ്ടി തുണി തയ്ക്കുന്നത് റെഡിമെയ്ഡ് വസ്ത്രം ധരിക്കുന്ന നമ്മൾ വ്യത്യാസമുണ്ട്. എന്ന് പറഞ്ഞാല് റെഡിമെയ്ഡ് ഡ്രസ്സ് ഇടണമെങ്കിൽ നമ്മൾ പക്ക പ്രൊഫഷണൽ മോഡൽസിനെ പോലെ ഇരുന്നാലേ കറക്റ്റ് ആയിട്ടുള്ള ഫിറ്റിംഗ്സിലൊക്കെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ അവിടെയൊക്കെ ഇങ്ങനെ ബൾജ് ചെയ്യുന്നൊക്കെ പറഞ്ഞത്. ഓൾറെഡി ആക്ടിംഗ് വൈസ് അവര് പോപ്പുലർ ആണ്. ഗോപിച്ചേട്ടന്റെ മ്യൂസിക്കല്ലേ ഇപ്പൊ നസ്രിയ ഒക്കെ പാടിയപ്പോ എന്തോരം ആക്സെപ്റ്റൻസ് ആണ് കിട്ടിയത്. ഈ പറയുന്നത് ഞാൻ പാടിയിട്ടുള്ള എല്ലാ സിംഗേഴ്സും നല്ല എന്തോരം പേരുണ്ട്, സിംഗേഴ്സ് ഒരുപാട് പേരുണ്ട്. 10, 15, 16 പേര് ഞാൻ പാടിച്ചിട്ടുണ്ട്. ഇവരെല്ലാവരും അവരുടേതായ രീതിയിൽ നല്ല നല്ല സിംഗേഴ്സാണ്. അത് നമുക്ക് മലയാളം ഇൻഡസ്ട്രിയുടെ ഒരു വലിയ ഭാഗ്യമാണ്. അത്ര നല്ല ആക്ടേഴ്സും സിംഗേഴ്സും ആയിട്ടുള്ളവരുണ്ട്. ചിലർക്ക് ചില ഏരിയാസ് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ട്യൂണൊന്നും അതിനനുസരിച്ച് മാറ്റാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കിയാൽ മതി. അതിനനുസരിച്ച് ഇപ്പോൾ ഞാനൊരു ട്യൂൺ ഉണ്ടാക്കി അത് വളരെ കണിച്ചക്കാരനായിട്ട് നിന്നുകൊണ്ട് ഇങ്ങനെ പാടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മളവരെ പിഴിയുന്നതിൽ അർത്ഥമില്ലല്ലോ. പക്ഷേ ഗോപിയുടെ എനിക്ക് തോന്നുന്നു ഒരു കംഫർട്ട് ലെവൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ദേ വെരി കോൺഫിഡൻറ്റ്. അത് ആർക്കായാലും അങ്ങനെയല്ലേ, ഏതൊരു ജോലിയായാലും നമ്മളിപ്പോ നമ്മളൊരു കോൺഫിഡന്റ് ലെവല് അതെ അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ടെൻഷൻ അടുപ്പിക്കുന്ന ആരും പറഞ്ഞു കേട്ടിട്ടില്ല. ചില മ്യൂസിക് ഡയറക്ടേഴ്സ് ഒക്കെ നമുക്ക് റെക്കോർഡിങ്ങിന് പോകാറുണ്ട്. ചില മ്യൂസിക് ഡയറക്ടേഴ്സ് ഇങ്ങനെ ടെൻഷൻ അടുപ്പിക്കുന്ന ആളുമ്പോൾ നമുക്കൊരു ലൂസ് ആവും. സോ കംഫർട്ടബിൾ. ഷീ മെൻഷൻഡ് ഇറ്റ് വെരി റൈറ്റ്. ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളാണ് നമ്മൾ ഇതിലൂടെ ചെയ്യുന്നത്. അതായത് ഒരു ആൾക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ ഒരു പാട്ട് കേൾക്കുമ്പോൾ റിലാക്സ് ചെയ്യണം. അപ്പൊ പാട്ട് ചെയ്യുന്ന നമ്മൾ ടെൻഷനായി കഴിയുമ്പോൾ കേൾക്കണ എല്ലാവരും പറയുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ടെൻഷനൊന്നും പാട്ടിലും സംഗീതത്തിലും, സംഗീതം എന്ന് പറഞ്ഞാൽ ആസ്വദിക്കുക, രസിക്കുക. രസന എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെന്റിൽ പെടുന്ന കാര്യമാണ് ആക്ടിങ് അല്ലെങ്കിൽ എനി കലാസൃഷ്ടികളെല്ലാം രസിക്കുക എന്നുള്ളതാണ്. അപ്പൊ പാട്ടിന്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ രസിപ്പിക്കുക എന്നുള്ളതാണ്. അവിടെ നമ്മൾ രസിപ്പിക്കാനുള്ള ഒരു സാധനം ചെയ്യുമ്പോൾ നമ്മൾ ടെൻഷനായിട്ട് ബാക്കിയുള്ള ടെൻഷനാക്കിയിട്ട് കാര്യമില്ല. അതെ. അപ്പോൾ യു ജസ്റ്റ് സങ് എ വെരി ബ്യൂട്ടിഫുൾ ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്. അപ്പോൾ ഗോപിച്ചേട്ടൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നുന്ന ഒരു കീബോർഡിൽ വായിച്ചിട്ട് പാടാൻ പറ്റൊരു പാട്ട് ഓണാക്കിയിട്ടില്ല ആണോ? അപ്പൊ നമുക്ക് മൊയ്തീനിലെ ഏതെങ്കിലും ഒരു പാട്ടോ അല്ലെങ്കിൽ ഇപ്പൊ തെലുഗുവോ ഏതെങ്കിലും ഒന്നും പെട്ടെന്ന് മനസ്സിൽ തോന്നുന്ന ഏതെങ്കിലും? ആക്ച്വലി മൊയ്തീനിലെ പാട്ട് ഐ റെഡ് സംവെയർ അണ്ടർ ലെസ് ദാൻ 5 മിനിറ്റ്സിലാണ് യു കമ്പോസ്ഡ് ഇറ്റ്. അല്ല, മിക്ക പാട്ടുകളും 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാവുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാകും. പല പാട്ടുകൾ ഈ പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ആലോചിച്ചുണ്ടാവുന്ന ഒരു പ്രോസസ് അല്ല. അതിനുവേണ്ടി ഒരുപാട് സമയം ആലോചിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇരിക്കുന്ന സമയം വളരെ കുറവായിരിക്കും. അപ്പം കൂടെ ഇരിക്കുന്നതായിരിക്കും പെട്ടെന്ന് ചെയ്യാൻ കഴിയും. പക്ഷെ അതിനുള്ള ആലോചനകൾ മുമ്പേ നമ്മൾ എന്താ പറയാ ഒരു കോൺസെൻട്രേറ്റ് ചെയ്യാത്തൊരു മനസ്സോ അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയത്തൊക്കെ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിപ്പുണ്ടാവും. ആദ്യത്തെ നോട്ട്ബുക്കിലല്ലേ അത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ മാത്രമാണ് അല്ലേ? നോട്ട്ബുക്കില് പിന്നെ ഫസ്റ്റ് സോങ്സ് ചെയ്തത് മോഹൻലാൽ സാറിന്റെ. അപ്പോ അതിലത്തെ ഒരു പാട്ടോ അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള ഏതെങ്കിലും പാട്ടോ ഓർത്തെടുക്കാൻ മൊയ്തീൻ പാട്ടോ? Actually, our song each time കേൾക്കുമ്പോഴും you get another dimension to it. So deep. It makes you think. The way the person has sung the lines, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അത് പാടിയിരിക്കുന്നത്. മുഹമ്മദ് മഖ്ബൂൽ മൻസൂർ എന്ന സിംഗറാണ് പാടിയിരിക്കുന്നത്. എൻ്റെ ഒരു വളരെ പ്രിയപ്പെട്ട ഒരു ബ്രദറാണ്. അദ്ദേഹം അങ്ങനെ മുമ്പൊന്നും ലിറിക്സ് ഒന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അതിന് എഴുതിയിട്ട് പരിചയമില്ല. ആ സമയത്ത് അദ്ദേഹത്തിന് ഞാൻ ഈ ട്യൂൺ കൊടുത്തപ്പോൾ അദ്ദേഹം എഴുതിയാണ് വരികൾ. അദ്ദേഹം എന്തോ ഒരു പ്രണയ നൈരാശ്യത്തിലിരിക്കാൻ തോന്നുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങനെ എഴുതി തന്നു. എല്ലാം കൊണ്ടും പാട്ട് എല്ലാ പാട്ടിനും ഒരു നിമിത്തമാണ്. നമ്മൾ വിചാരിക്കുന്ന സമയത്ത് പാട്ടുണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ല. പക്ഷെ മാക്സിമം നമ്മുടെ മനസ്സിനെ ആ തരത്തിലോട്ട് എത്തിക്കുന്നിടത്താണ് സംഗീതം ഉണ്ടാവുന്നത് ഞാൻ വിശ്വസിക്കുന്നു. അതെ, ഇത് മൊയ്തീൻ ആണേലും അൻവർ ആണേലും ഈ മുസ്ലിം കൈൻഡ് ഓഫ് സോങ്സ് എന്തായാലും ഗോപിച്ചേട്ടൻ്റെ നല്ല ഹിറ്റ് തന്നെയാണല്ലോ. എല്ലാം ഹിറ്റാണ്. ഇത് എസ്പെഷ്യലി എടുത്തു പറഞ്ഞേ ഉള്ളൂ. പിന്നെ ഗോപിയേട്ടനെ എപ്പോഴാ പാടണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത്? ലൈക്ക് യു സാങ് ഫോർ ചെന്നൈ എക്സ്പ്രസ്, നോ തിത്ലി സോങ്. സോ വെൻ ഇസ് ഇറ്റ് ദാറ്റ് യു ഡിസൈഡ് ഞാനൊന്ന് പാടട്ടെ? അല്ല, ഞാൻ ഡിസൈഡ് ചെയ്യുന്ന കാര്യമില്ല. ചെന്നൈ എക്സ്പ്രസിന്റെ മ്യൂസിക് ഡയറക്ടർ വിശാൽ ശേഖറാണ്. ശേഖർജിയാണ് പറഞ്ഞത്. ഇങ്ങനെ ഞാൻ പ്രോഗ്രാമിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ പാട്ട് ഞാനാണ് പ്രോഗ്രാമിംഗ് ചെയ്തിരിക്കുന്നത്. അതായത് എൻ്റെ ഓർക്കസ്ട്രേഷനൊക്കെ ചെയ്തിരിക്കുന്നത്.
അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ചുമ്മാ ഇങ്ങനെ റഫ് പാടിക്കൊണ്ട് നമ്മൾ പിയാനോ വായിക്കുമ്പോൾ വെറുതെ പാടുമല്ലോ, അങ്ങനെ കേട്ടപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിട്ട് ചുമ്മാ ഒരു റഫ് ട്രാക്ക് പാടാൻ പറഞ്ഞു എൻ്റെ അടുത്ത്. തിത്ലി അതിലല്ലേ പാടിയ? വിശാൽ ശേഖറിന്റെ ഡ്യൂവിൽ എത്ര കമ്പോസിങ് ചെയ്തിട്ടുണ്ട്? അവരുടെ കൂട്ടത്തിൽ എത്ര വർക്ക് ചെയ്തിട്ടുണ്ട്? ഒരുപാട് ഏകദേശം 10 വർഷത്തോളം ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ. ഏകദേശം ജിന്ദ, പിന്നെ താരതമ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഓം ശാന്തി ഓമിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ബ്ലഫ് മാസ്റ്റർ എന്ന് പറഞ്ഞ പടത്തിൽ വർക്ക് ചെയ്യുന്നത്. ഗോപിയേട്ടൻ ആക്ച്വലി ഈ മൂവിയുടെ കമ്പോസ് ചെയ്യാനായിട്ട് വരുമ്പോൾ ഡു യു നോ ഹു വിൽ ബി സ്റ്റാറിങ് ഇൻ ഇറ്റ്? ഡു യു പിക്ചറൈസ് ചെയ്യാറുണ്ടോ ഈ സോങ് ഇങ്ങനെ ആയിരിക്കും എന്നോ, അല്ലെങ്കിൽ ഡയറക്ടർ പറയും ഡയറക്ടേഴ്സ് പറയും എല്ലാ സോങ്സും? എല്ലാ സോങ്സ് മാത്രമല്ല, സോങ്സ് ഉണ്ടാവുന്നതിന് ഒരു സിറ്റുവേഷൻ്റെ അടിസ്ഥാനമാക്കിയിട്ടാണ്. വെറുതെ ഒരു സോങ് എന്ന് പറഞ്ഞൊരു പടത്തിലൊരു പാട്ട് വരില്ല, അൺലെസ് അൺടിൽ ഇറ്റ്സ് എ ഫങ്കി സോങ്. പപ്പ പറയണം വേണ്ടപ്പ എന്ന് പറഞ്ഞ പാട്ടാണ് ABCD. ആ പാട്ടൊക്കെ പറഞ്ഞാൽ അതിനിപ്പോൾ ഒരു സിറ്റുവേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, അടിച്ചു പൊളിച്ച് പാടുന്ന ഒരു പാട്ട് വേണം, അതൊരു അടിപൊളി പാട്ടായിരിക്കണം എന്നല്ലേ പറയാൻ പറ്റും. ഒരു അച്ഛനമ്മയുള്ള റിലേഷൻഷിപ്പിലുള്ളൊരു മകൻ തമ്മിലുള്ള റിലേഷൻഷിപ്പിലുള്ള അമ്മയായിട്ടുള്ളൊരു കോൺവെർസേഷൻ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലത്തിന് പുറത്തുണ്ടാകുന്ന ഒരു സോങ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇമോഷൻ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ എളുപ്പമുണ്ടാവും. പക്ഷേ ഒരു അടിപൊളി പാട്ട് എന്ന് പറയുമ്പോൾ മലയാളത്തിൽ ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ട്, അത് എന്തും ചെയ്യാന്നുള്ള അവസ്ഥ. അപ്പോൾ എന്ത് ചെയ്യുമ്പോൾ വൃത്തികേടായി പോകാൻ പാടില്ല, നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഈസ് വെരി ഹൈ. എന്നാലും അടിപൊളി പാട്ട് കുറച്ചാണ് വരണമെങ്കിലും അതങ്ങ് ഫാർ റീച്ച് ആണ് ഇൻഡസ്ട്രിയിൽ. അടിപൊളി പാട്ട് അതെ അതെ, ബാംഗ്ലൂർ ബേസില് തന്തുനാനെ ആണേലും ഒക്കെ ഗാനമേളയിലും ഏതൊരു സ്റ്റേജ് ഷോയിലും നിറഞ്ഞു നിൽക്കും. തേച്ചിലെ പെണ്ണെ ലൈക്ക് ഞാൻ എവിടെ യങ് ക്രൗഡ് ഉണ്ട്, ഇപ്പൊ സ്കൂൾസിലൊക്കെ പോകുമ്പോഴൊക്കെ ഡെഫിനറ്റ്ലി ദേ സിംഗ് ആൻഡ് ദേ ഡാൻസ് അലോങ്. സന്തോഷമുള്ള കാര്യമാണ് അത്. എസ്പെഷ്യലി മലയാളത്തിൽ ഫാസ്റ്റ് നമ്പേഴ്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം. കറണ്ട് ട്രെൻഡിലുള്ള നിങ്ങൾ യങ്സ്റ്റേഴ്സ് കേട്ടുകൊണ്ടിരിക്കുന്ന, നമുക്ക് കറക്റ്റായിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന, അവരെല്ലാവരും റിലേറ്റ് ചെയ്യുന്നിടത്താണല്ലോ. അപ്പോൾ അവർക്ക് വേണ്ട സാധനങ്ങൾ കൊടുക്കുമ്പോൾ കറണ്ട് ട്രെൻഡിൽ ഈ ആൻറ്റിക് പീസ് എപ്പോഴും എവിടെയും വെക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ അതെന്നും ആൻറ്റിക് പീസ്. ഇനി 50 കൊല്ലം കഴിഞ്ഞാൽ ആൻറ്റിക് പീസ് ആൻറ്റിക് പീസ്. പക്ഷേ ഈ ഫാസ്റ്റ് നമ്പേഴ്സ് നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ മോഡേൺ ആയിട്ട് ഇപ്പോൾ ചൈനീസ് മെയ്ഡ് ആയിട്ടുള്ള ബൾബൊക്കെ വരില്ലേ എന്ന് പറഞ്ഞാൽ അത് ഇപ്പൊ ഒരു വീട്ടിൽ വെച്ച ഭംഗിയുണ്ട്, 2 കൊല്ലം കഴിയുമ്പോൾ ട്രെൻഡ് പോകും എന്ന് പറഞ്ഞ കാര്യമാണ് ഫാസ്റ്റ് നമ്പർ. പക്ഷെ മാംഗല്യം തന്തുനാനൊക്കെ ഒരിക്കലും അത് എവർഗ്രീൻ ആട്ടോ. ഇനി വരുന്ന ജനറേഷൻ ഒരു പക്ഷേ അത് എവർഗ്രീൻ ആയിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഏതൊരു കല്യാണ പ്രോഗ്രാം ആണെങ്കിലും തന്തുനാനിനെ മസ്റ്റ് ആണ്. അതുപോലെ ഞാൻ ഈ കുറിയുന്നുള്ള പാട്ട് അതൊക്കെ എന്നും നിൽക്കുന്ന ഒരു പാട്ടുകളായിരിക്കും. അതൊക്കെ ഒരു ആന്റിക് പീസിന്റെ സ്വഭാവമുണ്ട്, ആന്റിക് സോങ്സ് ആണ്. നാടൻ പാട്ടിനോട് എങ്ങനെയാണ് ഗോപിച്ചേട്ടന് ഇഷ്ടമാണ്? കമ്പോസ് ചെയ്തിട്ടുണ്ടോ നാടൻ പാട്ട്? ചെയ്തിട്ടുണ്ട്, എനിക്കെന്നെ ഓർമ്മയില്ല. ഒരുപാട് വിചാരങ്ങൾ ഒരു വർഷം ചെയ്യുന്നുണ്ട്. 23 സിനിമകളൊക്കെയാണ് ഒരു വർഷം റിലീസ് ചെയ്യുന്നത്. അപ്പൊ ഒബ്വിയസ്ലി അതിൽ ഒരുപാട് പാട്ടുകൾ ഇങ്ങനെ നാടൻ ഉണ്ടാവും, ഫാസ്റ്റ് നമ്പേഴ്സ് ഉണ്ടാവും, വെസ്റ്റേൺ റിലേറ്റഡ് ആയി, ചിലത് ഭയങ്കര വില്ലേജ് സബ്ജക്റ്റ് ആയിരിക്കും, ചില കർണാട്ടിക് ബേസ്ഡുള്ള സബ്ജക്റ്റ് ആയിരിക്കും. അങ്ങനെ പല രീതിയിൽ ചെയ്യുന്നുണ്ട്. ഇത്രയും ചെയ്യുന്നതിന്റെ കൂട്ടത്തില് കുറെ ക്രിറ്റിസിസം നേടുന്നുണ്ടല്ലോ. അപ്പൊ അതിനെയൊക്കെ എങ്ങനെയാ കാണുന്നത്? കുറെ പേര് പറയുമല്ലോ ഇത് കോപ്പിയാണ് അങ്ങനെയാണെന്ന് കുറെ പേര് പറയുമല്ലോ. അതിനെ ഗോപിച്ചേട്ടൻ എങ്ങനെയാണ്, എന്താണ് അതിന് പറയാനുള്ളത്? അതെ, പിന്നെ ഗോപിയേട്ടൻ എങ്ങനെ ഈ പുതിയ സിംഗേഴ്സിനെ ഡിസ്കവർ ചെയ്യുന്നത്? ലൈക് ലോഡ് ഓഫ് യങ്സ്റ്റേഴ്സ് ഹാവ് കം അപ്പ് ആസ് ഗുഡ് സിംഗേഴ്സ് അണ്ടർ യു. അതുവരെ അറിയപ്പെടാത്തവരൊക്കെ ഗോപി സുന്ദറിന്റെ പാട്ട് പാടി കഴിയുമ്പോൾ they have become famous. So how does that happen? അത് അവരുടെ ഭാഗ്യം, അവരുടെ ടാലന്റ്, അവരുടെ ഭാഗ്യം എന്ന് പറയുന്നത്. ഞാൻ കണ്ടുപിടിച്ചു, അതിന്റെ ക്രെഡിറ്റ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. ഇത് അവരുടെ ഭാഗ്യം പോലെ, അവരുടെ നിമിത്തം, അല്ലാണ്ട് അവരുടെ ടാലന്റ്. എനിക്കതിലൊരു ക്രെഡിറ്റും എടുക്കാനില്ല. അല്ല, ഗോപിയുടെ ഇപ്പോൾ ഒരു പാട്ട് ഇപ്പം ഗോപിയേട്ടൻ ഡിസൈഡ് ചെയ്തു എന്നെ സോങ് ചെയ്യാമെന്ന്. അപ്പോൾ ഒരു സിംഗറിനെ എങ്ങനെയാ ഗോപിയേട്ടൻ ആലോചിച്ചെടുക്കുന്നത്? ലൈക്ക് ആലോചിച്ചെടുക്കല്ലേ, ഇപ്പൊ പാട്ടുണ്ടാവുന്ന എങ്ങനെയാണെന്ന് വെച്ചപ്പോൾ നമുക്ക് അറിയില്ല. ഒരു നിമിത്തം, ആ സമയത്ത് തോന്നുന്ന ഒരു തിങ്കിങ് ആണ്. ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ചെയ്യുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ഒരാൾ നമ്മുടെ കൺമുമ്പ് നിൽപ്പുണ്ടാവും. ഇതൊക്കെ ഒരു നിമിത്തമായിട്ട് നമ്മൾ കരുതാണ്, ദൈവം നിശ്ചയമായിട്ട് കരുതാണ്. അതിനൊരു സ്പിരിച്വലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ആ പാടുന്ന സിംഗർ എങ്ങനെയെങ്കിലും ആ സ്റ്റുഡിയോയിൽ എപ്പോഴും വന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ അപ്പോൾ ഒരു കോള് വരികയോ ഒരു മെസ്സേജ് വരികയൊക്കെ കിട്ടും. ആ സമയത്തായിരിക്കും ആ സിംഗർ അല്ലെങ്കിൽ ഈ സിംഗർ പാടി എങ്ങനെ ഉണ്ടാവുന്നതായിരിക്കും. അപ്പൊ ഗോപിച്ചേട്ടൻ ഇപ്പൊ സ്വന്തമായിട്ട് ബാൻഡ് ഒക്കെ ഉണ്ടല്ലോ, ബിഗ് ബി അല്ലെ, അതിന്റെ വിശേഷങ്ങളൊക്കെ എന്താണ്? എവിടെയൊക്കെയാണ് ഇപ്പൊ സ്കൂളിൽ ഷോസ്? ഇപ്പൊ കേരളത്തിലാണോ അത് എബ്രോഡ് ആണോ? എവിടെയൊക്കെയാണ്? കേരളത്തിൽ ഷോ ഒന്നും ചെയ്തിട്ടില്ല, എല്ലാം എബ്രോഡാണ് ചെയ്യുന്നത്. അത് 1-2-3 ഷോസ് ഇപ്പൊ ചെയ്തിട്ടുള്ളൂ. മാത്രമല്ല ഇതിൽ ആർക്കും സമയമില്ല. ഒന്നാമത് എനിക്ക് സമയമില്ല. ബാൻഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നാലും കുറച്ച് പ്രാക്ടീസും കാര്യങ്ങളും സോങ് ഒക്കെ റെഡി ചെയ്ത് പോകാനുള്ളൊരു സമയമില്ല.
എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മൾ വർക്ക് ചെയ്യുന്ന സമയമാണ്. ഇപ്പം നമ്മൾ കണ്ടന്റ്സ് ഉണ്ടാക്കുക, പിന്നീട് ഒരു പണിയില്ലാതെ ഇങ്ങനെ ഇരിക്കുന്ന സമയമുള്ളപ്പോൾ ഇങ്ങനെ ഷോസ് ഒക്കെ ചെയ്യാനുള്ള കണ്ടന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിൽ നിന്ന് സ്പഷ്ടமான ഒരു കാര്യം, റെക്കോർഡിംഗ് പ്രോഗ്രാമിംഗ് ആണ് കൂടുതൽ താല്പര്യം. പിന്നെ സമയം ഉണ്ടെങ്കിൽ മാത്രമേ ഷോസിൽ യു ആർ ഇൻട്രസ്റ്റഡ് അല്ലേ? ഇല്ല, എനിക്ക് എല്ലാം താല്പര്യമാണ്, മ്യൂസിക്കായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം താല്പര്യമാണ്. അതിന് ഒന്നിനെ ഞാൻ കുറച്ച് പറയുന്നില്ല. ബാൻഡ് ഫോം ചെയ്ത് അതിനനുസരിച്ച് പോകുന്നത് അതൊരു വലിയ കാര്യമാണ്. അത് കൈൻഡ് ഓഫ് ലോട്ട് ഓഫ് കോർഡിനേഷൻ, ലോട്ട് ഓഫ് സ്കിൽ നീഡഡ്, ലോട്ട് ഓഫ് എനർജി നീഡഡ്, അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഇന്ന് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പാട്ടുകളാണ് നാളെ നമ്മളൊരു ബാൻഡായിട്ട് റിലീസ് ചെയ്യും. നമ്മൾ പോകുമ്പോൾ ഇതെന്നും ശാശ്വതമായിട്ട് ഇങ്ങനെ മ്യൂസിക് ചെയ്യാൻ കൊണ്ടുപോകാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണ് നമ്മുടെ ഒരു ചരിത്രം സെർച്ച് ചെയ്യുന്ന ഒരാൾ തന്നെ ഒരു 10, 15, 20, 25 കൊല്ലം അല്ലെങ്കിൽ 30, 40, 50 കൊല്ലമൊക്കെ മ്യൂസിക് ഡയറക്ടറായിട്ടിരുന്ന ചരിത്രം നമുക്കില്ല. എല്ലാത്തിനും ഒരു പീക്ക് ടൈം ഉണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള സമയത്ത് നമുക്ക് ഈ കണ്ടന്റ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഷോസ് ഒക്കെ ചെയ്ത് അപ്പോൾ അലയ്ക്കുന്നത്. അപ്പൊ നമ്മുടെ കേരളത്തിലേക്ക് എപ്പോഴാണ് ഗോപിയേട്ടൻ ആ ബാൻഡിന്റെ പെർഫോമൻസ് കാണാൻ പറ്റുക? ഒന്നാമത് ഇതിന് നമ്മൾ ചാർജ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല ഗോപിയേട്ടന്റെ ഷോ അല്ല, റേറ്റിന്റെ സാധാരണ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഷോസിന്റെ ഒരു എക്സ്പെൻസ് അല്ല ഇതിന് വരുന്നത്. കാര്യം ഇതിൽ എല്ലാവരും വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് ഇവിടെ മീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ വെറുതെ സംസാരിച്ച് വെറുതെ ഫസ്റ്റ് ഷോ ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കുമ്പോൾ തന്നെ വെറുതെ ഒരു ബഡ്ജറ്റിൻ്റെ ഇഷ്യൂ കൊണ്ട് മാത്രം വർക്കൗട്ടായി പോകാത്തൊരു ബാൻഡാണെന്ന് പറയരുതല്ലോ. എനിക്കൊരു മുഷിപ്പിക്കുന്ന ഒരു സംസാരം താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അത് വേണ്ടാന്ന് വയ്ക്കുന്നത്. നമുക്ക് ഇപ്പം ചെയ്യാൻ സമയമില്ല ഒന്നാമത്. ഇനി സമയം ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് നെഗോഷിയേറ്റ് ചെയ്ത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. കാര്യം നമ്മളെ വിശ്വസിച്ച് പ്രൊഡ്യൂസർമാരും ഡയറക്ടർമാരൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ഞാൻ അതൊക്കെ വിട്ടിട്ട് ബാൻഡ് ഷോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന അവരോട് നമ്മൾ നീതി പുലർത്തില്ലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവർ ആരും ഇല്ലാത്ത സമയത്ത് ഫ്രീ ടൈം ഉണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി വി ക്യാൻ ഡു ദാറ്റ്. ഇപ്പോൾ ഗോപിച്ചേട്ടൻ ആസ് എ മ്യൂസിക് ഡയറക്ടർ റെസ്പെക്ട് ചെയ്യുന്ന വേറെ മ്യൂസിക് ഡയറക്ടർ ഏതാണ്? ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നത്, ഏറ്റവും കൂടുതൽ കമ്പോസ്, ചെറുപ്പകാലം മുതലേ ഇന്ന മ്യൂസിക് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ അങ്ങനെ പുളങ്കിതനായ ആ ഒരു മ്യൂസിക് ഡയറക്ടർ? അതൊക്കെ തന്നെ. ഗോപിയേട്ടൻ അപ്പോൾ സ്കൂളിലൊക്കെ എങ്ങനെയായിരുന്നു? ആസ് എ കിഡ് യു യൂസ്ഡ് ടു സിംഗ്? അങ്ങനെ പാട്ട് ചെറുപ്പത്തിൽ ഇപ്പൊ ഇങ്ങനെ പാടുമായിരുന്നു, കമ്പോസ് ചെയ്യുമായിരുന്നു സ്കൂളിലൊക്കെ? കമ്പോസിഷൻ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതൊരു നാടകത്തിനൊക്കെ വെറുതെ ഇങ്ങനെ പാടി അതവർ ഏറ്റു പാടി. ഇപ്പൊ ഞാൻ തന്നെ കമ്പോസ് ചെയ്യുന്നില്ല, ഞാനൊരു വരി പാടിയപ്പോൾ അവർ മറ്റുള്ളവർ ഏറ്റു പാടി. അത് ചെയ്യുന്നത് കമ്പോസിഷൻ ആണോ എന്ന് തന്നെ അറിയാത്തൊരു കാലഘട്ടത്തിലാണ് 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത്. ഗോപിയേട്ടന് മ്യൂസിക് സ്കൂൾ ഉണ്ടോ? മ്യൂസിക് സ്കൂളിൽ ഇപ്പോൾ റീസെൻ്റ്ലി എനിക്ക് മ്യൂസിക് കമ്പനി ഉണ്ട്, എനിക്ക് ഓഡിയോ ലേബിളുണ്ട്. അതുകൂടാതെ അതായത് എൻ്റെ പാട്ടുകൾ എനിക്ക് ഓണർഷിപ്പ് കീപ്പ് ചെയ്യാവുന്നൊരു സംവിധാനമുണ്ട്. അതുകൂടാതെ ഇപ്പോൾ മ്യൂസിക് പ്രൊഡക്ഷൻ ഹബ്ബ് ഉണ്ട്, ഗോപിസുന്ദർ മ്യൂസിക് പ്രൊഡക്ഷൻ ഹബ്ബ്. അതിൽ പ്രോഗ്രാമിംഗ് പഠിപ്പിക്കുന്നുണ്ട്, കൂടാതെ ഓഡിയോ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നുണ്ട്. കൂടാതെ സാറ്റർഡേ സൺഡേസിൽ കുട്ടികൾക്ക് അങ്ങനെ മ്യൂസിക് ക്ലാസ്സസ്, കീബോർഡ് പഠിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേറെ സാർമാർ വെച്ചിട്ട് ഇവിടെ കരിങ്ങാച്ചിറയിലാണ്, തൃപ്പൂണിത്തുറയിൽ തന്നെ കരിങ്ങാച്ചിറ എന്ന സ്ഥലത്താണ് ചെയ്യുന്നത്. സാധാരണ ഒരു മ്യൂസിക് ചെയ്യുന്നതിനേക്കാൾ ഉപരി നമ്മളൊരു ഗുഡ് ലിസണറാണ് ഞാൻ. ഗോപിച്ചേട്ടൻ്റെ ഷോസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ലോട്ട് ഓഫ് കമ്പോസിഷൻസ്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ എന്ന് പറയുമ്പോൾ എല്ലാം മറ്റുള്ളവരുടെ പാട്ടാണ് പാടുന്നത്, നിങ്ങൾ കമ്പോസ് ചെയ്ത് വേറെ ആൾക്കാർ. റിപ്പീറ്റഡ്ലി കേൾക്കുന്നത് ഗോപിയേട്ടൻ്റെ സോങ്സ് ആണ്. സന്തോഷം. സ്പെഷ്യലി യങ് ക്രൗഡ് കേട്ടോ, ഭയങ്കരമായിട്ട് നമുക്കധികം ജോലി ഉണ്ടാവുന്ന കാരണം നിങ്ങളെല്ലാവരും കേൾക്കുന്നുണ്ട് തന്നെയാണ്. അപ്പോൾ ഒരുപാട് നന്ദിയാണ് പ്രേക്ഷകരോട് പറയുന്നത്. ബാൻഡിലെ പെർഫോമൻസിൽ ഓപ്ഷന്റെ മാത്രം കമ്പോസിഷൻസ് ആണോ അതെല്ലാം പാടാറുണ്ടോ? എന്റെ കമ്പോസിഷൻസ് കുറവാണ്. സാധാരണ സ്വന്തം ബാൻഡ് എന്ന് പറയുമ്പോൾ എന്റെ പാട്ടുകൾ മാത്രമാണ്, ഞാൻ തന്നെ യാതൊരുമില്ല. കൂടുതലും പഴയ പാട്ടുകൾ, ജോൺസൺ മാഷിന്റെ പാട്ടുകൾ ആളുകളുടെ ഇഷ്ടം അനുസരിച്ചാണ്. ഈ ബാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണ് പെർഫോം ചെയ്യുന്നത് അവിടെ ആളുകൾ പറയുന്ന പാട്ടുകൾ നമ്മൾ പാടുന്നത്. നമ്മുടെ കുറച്ച് പാട്ട് അതേസമയം അവർ തരുന്നൊരു പാട്ട്, അവർ ചോദിക്കുന്നൊരു പാട്ട് നമ്മുടെ കയ്യിൽ പെർഫോം ചെയ്യാൻ പറ്റാത്ത പാട്ടാണെങ്കിൽ ആ പെർഫോം ചെയ്യാൻ പറഞ്ഞ ആളെ തന്നെ വിളിച്ച് പാടിക്കുന്ന ഒരു ബാൻഡാണ്. അത് അത്രയും ഫ്രീ ആണ്, ആളുകളായിട്ട് ഇങ്ങനെ ഇന്ററാക്ട് ചെയ്തുള്ളൊരു സെഷനാണ്. ഒരു ബാൻഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പെർഫോം ചെയ്യുന്നത് അവരെ കേട്ടോളണം എന്നൊരു നിർബന്ധമില്ല. അവർക്ക് വേണ്ട പാട്ടുകൾ നമ്മൾ പാടുന്ന ഒരു ബാൻഡാണ് ബാൻഡ് ബീച്ച്.